ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ ആനന്ദവനത്തിലേക്ക് എത്തിയ പോലീസ് ഐശ്വര്യയോട് എന്ത് അവകാശത്തിന്റെ പേരിലാണ് ആനന്ദവർമ്മയെയും വസന്തരാമയെയും അവിടെ താമസിക്കുന്ന എല്ലാവരെയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് എന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് ഐശ്വര്യ ACPയോട് പറയുന്നത്, എന്റെ പേരിൽ ഈ ശ്യാമ സ്വത്തുക്കളൊക്കെ എഴുതി തന്നുവെന്നും ഞാനാണ് ഇപ്പോ ഇതിന്റെ അവകാശിയെന്നും അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിക്കുന്ന കാര്യങ്ങളെ ഇനി ഇവിടെ നടപ്പിലാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ അഹങ്കാരത്തോടെ പോലീസിനോട് സംസാരിച്ചു. ആ നിമിഷം മേഡത്തിന്റെ വാക്കുകൾ കേട്ടുനിന്ന ഏവരും എന്താണ് ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്നറിയാനേ ഉടനെ കാത്തു നിൽക്കുമ്പോൾ അവിടേക്ക് ഐശ്വര്യയുടെ അമ്മ ശ്യാമ ഒപ്പിട്ടുകൊടുത്ത പ്രമാണങ്ങളുമായി എത്തുന്നു. ആ പ്രമാണങ്ങൾ ACP മേഡത്തിന്റെ കയ്യിലേക്ക് നീട്ടിയതും മേഡം അത് വായിച്ചു നോക്കിയിട്ട് ഇതാണോ ആ പ്രമാണം എന്ന് അന്വേഷിച്ചു. ഇതെന്താ ഇത് എന്ന് ഐശ്വര്യയോട് മേഡം അന്വേഷിച്ചതും ഐശ്വര്യ പറഞ്ഞു, ഇതാണ് ശ്യാമ എനിക്ക് ഈ സ്വത്തുക്കളുടെ മേൽ അവകാശം എനിക്ക് നൽകിക്കൊണ്ടുള്ള എനിക്ക് എഴുതി തന്ന പ്രമാണം എന്ന് ശ്യാമയോട് കയ്യിൽ നിന്ന് താൻ ഇത് മുഴുവൻ എഴുതി വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ അഹങ്കാരത്തോടെ ACPയോട് സംസാരിച്ചു. മേഡം ആ പ്രമാണം മുഴുവൻ ഒന്ന് വായിച്ചു നോക്കിയതിനു ശേഷം മേഡം പറഞ്ഞു, എനിക്ക് ഇതിൽ ചില സംശയങ്ങളുണ്ട്, ആ സംശയങ്ങൾ എനിക്ക് നീക്കേണ്ടതായിട്ടുണ്ട് എന്ന് അറിയിച്ചതോടെ ഐശ്വര്യ പറഞ്ഞു, അതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല മേഡം, ഇത് എനിക്ക് ശ്യാമ തന്നെ എഴുതി ഒപ്പിട്ട് തന്നതാണ് എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ മേഡം പറഞ്ഞു, എന്താ കാര്യമെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ ഐശ്വര്യ എന്ന് പറഞ്ഞു വേഗം മേഡം പുറത്തേക്ക് ഇറങ്ങി. ഐശ്വര്യയും സുരഭിയും അഹങ്കാരത്തോടെ ആനന്ദനിലയത്തിലുള്ള എല്ലാവരെയും നോക്കുകയും ഇനി ആര് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനി എത്രയൊക്കെ സംശയങ്ങൾ ഇല്ലാതാക്കിയാലും ഈ കണ്ട സ്വത്തുക്കൾ മുഴുവൻ എന്റേത് മാത്രമാണ്, ഇത് എനിക്ക് മാത്രം സ്വന്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ അഹങ്കാരത്തോടെ നിൽക്കുന്നു. അപ്പോഴാണ് ശ്യാമയ്ക്ക് അരികിലേക്ക് വസന്തരാമ എത്തിയത്. ഇനി എന്ത് സംഭവിക്കാനാണ്, എല്ലാം നീ തന്നെ ഇല്ലാതാക്കിയില്ലേ, എല്ലാത്തിനും നീ തന്നെയല്ലേ കാരണക്കാരിയായത്, ഈ സ്വത്തുക്കൾ മുഴുവൻ നശിപ്പിച്ചത് നീ തന്നെയല്ലേ, ഇതിന്റെ എല്ലാം അവകാശം നീ തന്നെ ഇല്ലാതാക്കി കളഞ്ഞില്ലേ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ദേഷ്യത്തോടെ സംസാരിച്ചു. ആ നിമിഷം ആ ദേഷ്യത്തോടെയുള്ള വസന്തരാമയുടെ വാക്കുകൾ കേട്ട് ആകെ ആശങ്കയോടെ ശ്യാമ നിൽക്കുകയും ഇനി ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള പോംവഴി എന്താണ് എന്ന് ആലോചിച്ച് അങ്ങനെ ശ്യാമ നിൽക്കുന്നത് കണ്ട് വസന്തരാമ ദേഷ്യത്തോടെ പറഞ്ഞു, നീ ഇപ്പോ എൻ്റെ അഹിയുടെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നവളാണ്, എൻ്റെ അഹിയുടെ കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു, അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ ഒന്നും പറയുന്നില്ല എന്ന് വസന്തരാമ ദേഷ്യപ്പെടുമ്പോൾ ശ്യാമ പറഞ്ഞു, അമ്മേ കുറച്ചു നേരം കൂടി ഒന്ന് കാക്കൂ. അത് കേട്ട ഉടനെ എന്താ കാര്യം എന്നറിയാനായി വസന്തരാമ ആശ്ചര്യപ്പെട്ട് നോക്കുമ്പോൾ ആദിത്യനും മറ്റുള്ള എല്ലാവരും അരുണും ആദിത്യനും ഒപ്പം അഖിലും അവിടേക്ക് എത്തി. അഖിലും ആശ്ചര്യത്തോടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് തിരിച്ചറിയാനാകാതെ ആകെ വേദനയോടെ നോക്കുന്നു. അല്പസമയം കൂടി അമ്മയൊന്ന് ക്ഷമയോടെ കാത്തു നിൽക്കാനായി ശ്യാമ പറഞ്ഞു. അല്പനേരം കൂടി അമ്മയൊന്ന് ക്ഷമിക്കുക എന്ന ശ്യാമയുടെ ആ വാക്കുകൾ കേട്ട് എന്തെങ്കിലും ഒന്ന് ശ്യാമ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഏവരും ശ്യാമ പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറായി. അങ്ങനെ അവർ കാത്തങ്ങനെ നിൽക്കുമ്പോഴേക്കും പെട്ടെന്നാണ് ഐശ്വര്യ തനിക്ക് നൽകിയ പ്രമാണങ്ങൾ ഒന്ന് വിശകലനം ചെയ്തതിന് ശേഷം ACP മേഡം ശ്യാമയുടെ ഫോണിലേക്ക് വിളിച്ചത്. മേഡം കോള് ചെയ്തതും ഉടനെ തന്നെ ശ്യാമ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഹലോ മേഡം എന്ന് സംസാരിച്ചു. അപ്പോഴേക്കും മേഡം പറഞ്ഞു, ശ്യാമയുടെ സംശയം ശരി തന്നെയായിരുന്നു. ശ്യാമ പറഞ്ഞതുപോലെ ഐശ്വര്യ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത പ്രമാണങ്ങളായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഐശ്വര്യയ്ക്ക് നിങ്ങളുടെ ആ വീട്ടിൽ യാതൊരു അവകാശവും ഇല്ല എന്നും ഐശ്വര്യ മനഃപൂർവ്വം നിങ്ങളെ അവിടെ നിന്ന് പുറത്താക്കാനായി കള്ളപ്രമാണം ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമയെ ഫോണിൽ വിളിച്ച് ACP മേഡം സംസാരിച്ചു. അങ്ങനെ ACP മേഡത്തിന്റെ ഫോൺ കോൾ വന്നു കഴിയുമ്പോൾ വസന്തരാമയെയും മറ്റെല്ലാവരെയും നോക്കി ശ്യാമ പറഞ്ഞു, അമ്മേ നമ്മൾ എങ്ങോട്ടും പോകണ്ട, ഇനി അതൊന്നും ആർക്കും ആശങ്കപ്പെടുകയും വേണ്ട, ഇവിടെ നിന്ന് ആരെയും ഐശ്വര്യ എടുത്തി പുറത്താക്കാനും പോകുന്നില്ല എന്ന് ശ്യാമ പറഞ്ഞു. അതിന്റെ കാരണം എന്തെന്നറിയാതെ ആകെ ആശ്ചര്യപ്പെട്ട് അങ്ങനെ അവർ നിൽക്കുമ്പോൾ ശ്യാമ പറഞ്ഞു, അമ്മയുടെ സംശയങ്ങൾക്കൊക്കെയുള്ള മറുപടി ഇപ്പോൾ തന്നെ അമ്മയ്ക്ക് കിട്ടും, അല്പനേരം കൂടി ഒന്ന് കാത്തു നിൽക്ക് എന്ന് പറഞ്ഞു. കുറച്ചു നേരം കൂടി നോക്കി നിൽക്കുമ്പോഴേക്കും ഐശ്വര്യ അവിടെ തിരികെ പ്രമാണങ്ങളുമൊക്കെ ആയിട്ട് തിരിച്ച് പോലീസിനോടൊപ്പം തിരിച്ച് വന്നെത്തുമ്പോൾ വീട്ടിലേക്ക് വന്നിറങ്ങിയ ഐശ്വര്യ അഹങ്കാരത്തോടെ, കണ്ടില്ലേ ഇനി എന്തിനാ നിങ്ങൾ വൈകുന്നത്, വേഗം ഇറങ്ങിക്കോ, എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് ഐശ്വര്യ വസന്തരാമയുടെയും ആനന്ദവർമ്മയുടെയും നേരെ പാഞ്ഞെടുക്കുമ്പോൾ സുരഭിയും അതെ നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായി
സുരഭിയും ദേഷ്യത്തോടെ ആനന്ദവർമ്മയോടും വസന്തരാമയോടും പറഞ്ഞു. ഇതെല്ലാം കേട്ടുനിന്ന വസന്തരാമയും ആനന്ദവർമ്മയും പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളോടല്ല ഇവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞത് എന്ന് അധികാരഭാവത്തിൽ അവർ രണ്ടുപേരും ആക്രോശിച്ചു. അപ്പോഴേക്കും അരികിൽ നിന്ന ACP സാറിനോട് ഐശ്വര്യ പറഞ്ഞു, കണ്ടില്ലേ മേഡം, എൻ്റെ വീട്ടിൽ നിന്ന് ഇവരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടും ഇവരിവിടെ തന്നെ നിൽക്കുന്നത്. മേഡം, ഇതിനെന്താ പോംവഴി? മേഡം തന്നെ ഇവരോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ. കൃത്യസമയത്ത് തന്നെ മേഡം എത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഐശ്വര്യ ACP മേഡത്തോട് അവരെ അവിടെ നിന്ന് ഇറക്കി വിടാനായി ആവശ്യപ്പെട്ടു. ഇത് കേട്ടു നിന്ന ACP മേഡം പറഞ്ഞു, അതെ, ഞങ്ങൾ കൃത്യസമയത്ത് തന്നെയാ ഐശ്വര്യ എത്തിയത്. അത് ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയല്ല, മറിച്ച് നിന്നെ ഇവിടെ നിന്ന് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് എന്നറിയിച്ചു. അത് കേട്ടതും ഐശ്വര്യ ചോദിച്ചു, എന്നെയോ? എന്തിനാ ACP മേഡം എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ഐശ്വര്യ ദേഷ്യപ്പെടുമ്പോൾ ഉടനെ ACP പറഞ്ഞു, അതെ, നീ ഇവരുടെ ഈ ആനന്ദ നിലയത്തിന്റെ കള്ളപ്രമാണങ്ങൾ ഉണ്ടാക്കി അവരെ വഞ്ചിക്കാൻ ശ്രമിച്ചതിനും അവരെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചതിനും, കള്ളപ്രമാണങ്ങൾ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അതിലും വലിയൊരു ശിക്ഷ, വലിയൊരു കുറ്റകൃത്യം വേറെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നിമിഷം തന്നെ ഇനി വേഗം നീ ജീപ്പിൽ കയറിക്കോ, അതാ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് ഐശ്വര്യയുടെ നേരെ ദേഷ്യപ്പെട്ടു. ആ നിമിഷം തന്നെ ഐശ്വര്യ ശ്യാമയെ നേരെ തിരിഞ്ഞു. നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? നീ വലിയ കൃഷ്ണഭക്തിയായിട്ട് നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ? എന്നെ കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നല്ലേ? നീ എന്നോട് ചെയ്ത ഈ വഞ്ചന ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് ഐശ്വര്യ ബഹളം വയ്ക്കുമ്പോൾ ശ്യാമ ഐശ്വര്യ നോക്കി പറഞ്ഞു, ഐശ്വര്യയെടുത്തി എനിക്ക് തന്ന വാക്ക് ഐശ്വര്യയെടുത്തിയും മാറ്റിമറിച്ചില്ലേ? ഐശ്വര്യയെടുത്തി എല്ലാ സ്വത്തുക്കളും ഞാൻ ഐശ്വര്യയെടുത്തേക്ക് എഴുതി തരുമ്പോൾ ഐശ്വര്യയെടുത്തി ഈ ഡിവോഴ്സ് പേപ്പർ, ഈ ഡിവോഴ്സ് സമ്മതിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത്? അതിനു മുൻപ് തന്നെ 75 ലക്ഷം എൻ്റെ കയ്യിൽ നിന്ന് ഐശ്വര്യയെടുത്തി വാങ്ങിയപ്പോഴും അതേ വാക്ക് തന്നെയല്ലേ എനിക്ക് തന്നിരുന്നത്? അന്നും ഐശ്വര്യയെടുത്തി വാക്ക് മാറിയില്ലേ എന്ന് ശ്യാമ ചോദിച്ചു. അത് കേട്ടതും ഐശ്വര്യ ഒന്നും മിണ്ടാതെ നിൽക്കുകയും, നീയെങ്കിലും ഇങ്ങനൊരു വഞ്ചന എന്നോട് കാട്ടുമെന്ന് ഞാൻ കരുതിയില്ല. നീ ഒരു കൃഷ്ണഭക്തിയായിട്ടും നീ മറ്റുള്ളവരെ ചതിക്കുകയല്ലേ ഇത് എന്ത് ഭക്തിയായി നിനക്ക് എന്നെല്ലാം ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ ശ്യാമ ഐശ്വര്യയോട് പറഞ്ഞു, അതെ, എന്നെ ചതിച്ചത് കൊണ്ട് തന്നെ എൻ്റെ ഭഗവാനെ വെല്ലുവിളിക്കുകയും കൂടി ചെയ്തില്ലേ? അതിന് ഭഗവാൻ തന്ന തിരിച്ചടിയാണെന്ന് കരുതിയാൽ മതിയെന്ന് ശ്യാമ ഐശ്വര്യയോട് പറഞ്ഞു. അപ്പോഴേക്കും ACP പറഞ്ഞു, ഇനി നീ കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട, ഇവിടെ വെച്ച് ഇനി കൂടുതൽ സംസാരമൊന്നും വേണ്ട, മര്യാദയ്ക്ക് നീ ജീപ്പിൽ കയറിക്കോ എന്ന് പറഞ്ഞ് ശ്യാമയുടെ മുന്നിൽ വെച്ച് ഐശ്വര്യയെ പിടിച്ചു വരച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോലീസ് കൊണ്ടുപോകുന്നു. ഈ സമയത്ത് ഐശ്വര്യയെ അവിടുന്ന് പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ശ്യാമ ഐശ്വര്യയുടെ കയ്യിൽ നിന്ന് ഈ കുടുംബം മുഴുവൻ രക്ഷപ്പെടുത്തി എൻ്റെ സന്തോഷത്തിൽ വസന്തരാമ ശ്യാമയുടെ അരികിലേക്ക് എത്തി പറഞ്ഞു, മോളെ, നീ ഈ കുടുംബത്തിന് വേണ്ടി നിന്റെ ജീവൻ പോലും വെടിയാൻ തയ്യാറാണെന്ന് അമ്മയ്ക്കറിയാം. എങ്കിലും നീ അങ്ങനെ ഒരു അവസ്ഥയിൽ അത് ചെയ്തെങ്കിലും കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ പോലും ഈ കുടുംബത്തെ ഒന്നാകെ തെരുവിലേക്ക് ഇറക്കി വിടുന്ന സാഹചര്യം ഉണ്ടായ ആ ഒരവസ്ഥയും, അതും ഐശ്വര്യയെ പോലെ ഒരു അഹങ്കാരിയായ ഇത്തരത്തിൽ മോശം ചിന്താഗതിയുള്ള ഒരു പെൺകുട്ടിയുടെ കയ്യിലേക്ക്, അങ്ങനെ ഒരുവളുടെ കയ്യിൽ ഈ സ്വത്തുക്കൾ മുഴുവൻ നീ കൊടുത്തല്ലോ എന്ന് ഓർത്തതിന്റെ വേദനയിലാണ് ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞത് എന്ന് വസന്തരാമ ശ്യാമയോട് പറയുന്നു. ശ്യാമയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് വസന്തരാമ തൊഴുതു നിൽക്കുമ്പോൾ വസന്തരാമയെ ശ്യാമ സമാധാനിപ്പിച്ചു. അമ്മ എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. എനിക്കറിയാം അമ്മയ്ക്ക് ഈ കുടുംബത്തോടും നമ്മുടെ വീടിനോടുമുള്ള സ്നേഹവും എത്രത്തോളമാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് അമ്മേ ഈ കുടുംബം ഒരു കാരണവശാലും ഐശ്വര്യയുടെ പിടിയിൽ അകപ്പെട്ടു പോകരുതെന്ന ആഗ്രഹം കൊണ്ട് തന്നെ ഞാൻ ഈ കുടുംബത്തെ രക്ഷിക്കാനായി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. അന്ന് വക്കീല് എന്നെ ഉപദേശിച്ചിരുന്നു, ഐശ്വര്യയെടുത്തി ഏത് വിധേനയും ഐശ്വര്യയെടുത്തിയെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരണമെന്ന്. അത് എന്ത് പ്രലോഭനം നൽകിയിട്ടാണെങ്കിലും കുഴപ്പമില്ല എന്ന്. അന്ന് അതുകൊണ്ടാണ് ഐശ്വര്യയെടുത്തി ആവശ്യപ്പെട്ടതുപോലെ ഈ സ്വത്തുക്കളൊക്കെ ഐശ്വര്യയെടുത്തിക്ക് നൽകാമെന്ന് ഞാൻ വാക്ക് നൽകിയത്. അതോടൊപ്പം തന്നെ വക്കീല് എനിക്ക് ചില ഉപദേശങ്ങളും നിർദ്ദേശിച്ചിരുന്നു. ആ വക്കീല് നൽകിയ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് ഞാൻ എല്ലാ നീക്കങ്ങളും നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതും ഇത്ര വേഗം ഐശ്വര്യയെടുത്തിയുടെ കൈപ്പിടിയിൽ നിന്ന് അരുണേട്ടനെ രക്ഷിക്കാൻ സാധിച്ചതും. ഇനിയെങ്കിലും അരുണേട്ടനും അശ്വതി ചേച്ചിക്കും ശ്രീകുട്ടിക്കുമൊക്കെ നല്ലൊരു ജീവിതം വേണ്ടേ? നമ്മുടെ കുടുംബത്തിന് ഇനിയെങ്കിലും ഒരു സമാധാനം വേണ്ടേ അമ്മേ എന്ന് ശ്യാമ വസന്തരാമയോട് പറയുമ്പോൾ, എൻ്റെ പൊന്നുമോളെ, നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് വസന്തരാമയും ഒപ്പം അരികിലേക്കെത്തി അമൃതയെടുത്തിയും ശ്യാമയോട് ക്ഷമ പറയുന്നു. ഇരുവരെയും ചേർത്ത് പിടിച്ച് ശ്യാമ രണ്ടുപേരും തന്നോട് ക്ഷമ പറഞ്ഞതിൻ്റെ പേരിൽ ശ്യാമ രണ്ടുപേരോടും അങ്ങനെയൊന്നും ഒരിക്കലും പറയണ്ടായെന്നും ഇത് ഏടത്തിയുടെയും അമ്മയുടെയും സ്ഥാനത്ത് ഞാനാണെങ്കിൽ പോലും ഇങ്ങനെ പ്രതികരിക്കൂ എന്നും രണ്ടുപേരെയും സമാധാനപ്പെടുത്തുന്നു. അങ്ങനെ വീണ്ടും ആ ആനന്ദ നിലയത്തിന്
സന്തോഷം പ്രദാനം ചെയ്ത ശ്യാമയെ പുകഴ്ത്തിക്കൊണ്ടും വാഴ്ത്തിക്കൊണ്ടും അവരെ എല്ലാവരും ശ്യാമയുടെ കുടുംബത്തോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും ആ കുടുംബത്തെ എന്നും ഒരുമിച്ച് നിർത്താനുള്ള ശ്രമത്തിൻ്റെയും ഒക്കെ ആ ഒരു മനസ്സിൻ്റെയും ഒക്കെ നന്മ പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ശ്യാമയെ ചേർത്ത് പിടിച്ച് ശ്യാമയുടെ ഈ നല്ലൊരു പ്രവൃത്തിയെ പുകഴ്ത്തുന്നു. അതെല്ലാം കേട്ട് ഇതൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമാണെന്നും ഞാൻ അതിനുവേണ്ടി വലിയ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തില്ല എന്നും ശ്യാമ സന്തോഷപൂർവ്വം എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ ആ സന്തോഷം വീണ്ടും ആനന്ദ നിലയത്തിൽ എല്ലാവരുടെയും മനസ്സിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ വന്നു ചേർന്നു. ഇതേ സമയത്ത് പോലീസ് ജീപ്പിൽ കയറി സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഐശ്വര്യയെ ഇങ്ങനെ ഒരു കേസിൽ പിടികൂടിയെന്ന് അറിഞ്ഞ് ആ നിമിഷം ഐശ്വര്യയെ പുറത്തിറക്കാനായി പോംവഴികൾ എന്താണ് ഉള്ളത് എന്ന് ആലോചിച്ച് മായ അവിടേക്ക് എത്തുന്നു. അവസാനം മായയുടെ സഹായത്തോടെ ഐശ്വര്യ പുറത്തിറങ്ങി. ഐശ്വര്യയുടെ പക്കലുണ്ടായിരുന്ന പണം സ്വാധീനവുമൊക്കെ ഉപയോഗിച്ച് ഐശ്വര്യയുടെ വക്കീൽ മുഖേന വീണ്ടും ഐശ്വര്യ പുറത്തിറങ്ങുന്നു. എങ്കിലും ഇങ്ങനെ ഒരു ചതി അതും ശ്യാമയുടെ അരികിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നും എന്തായാലും ഇനി അവൾ ഇങ്ങനെ ഒരു ചതി കാട്ടിയ സ്ഥിതിക്ക് അവൾക്ക് ഇതിനുള്ള തിരിച്ചടി ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും എന്ന് ശ്യാമയെ താൻ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്നും അവളെ ഞാൻ വെറുതെ വിടുകയില്ല എന്നും ഐശ്വര്യ ശപഥം ചെയ്യുന്നു. അതിനുശേഷം ഐശ്വര്യ അതിനുള്ള വഴി എന്താണെന്ന് ആലോചിച്ചു. അങ്ങനെ ഒരു കൃത്യമായി ശ്യാമയോട് പകരം വീട്ടാൻ പറ്റിയ ഒരവസരവും താൻ പാഴാക്കി കളയില്ല എന്നും അതിന് പറ്റിയൊരവസരത്തിനായി ശ്യാമ കാത്തോർത്തി. ശ്യാമയ്ക്ക് അങ്ങനെ ഒരു പറ്റിയൊരവസരം കിട്ടുന്നതിന് വേണ്ടി ശ്യാമയെ അപായപ്പെടുത്തുന്നതിനായി കാത്തു നിൽക്കുകയാണ് ഐശ്വര്യ. ഈ സമയത്ത് ശ്യാമയ്ക്ക് വീട്ടിൽ വെച്ച് പെട്ടെന്ന് പ്രസവവേദന തോന്നുകയും ശ്യാമ തൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കിട്ടുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും കുഞ്ഞിനെ താലോലിക്കാനായി ആഗ്രഹിച്ച് കൊതിയോടെ അങ്ങനെ ഓരോ ദിവസങ്ങൾ മുന്നോട്ട് നീക്കി. അവസാനം ശ്യാമ കുഞ്ഞിനെ താലോലിക്കുകയും ആ കുഞ്ഞിനെ പാടി ഉറക്കുന്നതുമൊക്കെ ആലോചിച്ച് കുഞ്ഞിനെ പാട്ടുപാടി ഉറക്കുന്നതും കുഞ്ഞിനെ ഒരുക്കുന്നതുമൊക്കെ സ്വപ്നം കണ്ട് കുഞ്ഞിനു വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് ശ്യാമ ഓരോ ദിവസങ്ങൾ തള്ളി നീക്കുന്നു. അവസാനം ശ്യാമയ്ക്ക് പ്രസവത്തിൻ്റെതായിട്ടുള്ള പ്രസവത്തോട് അനുബന്ധിച്ച് വരുന്ന ദിവസങ്ങളിൽ ശ്യാമയ്ക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്ന് ഡോക്ടർ വസന്തരാമയോടും അഖിലിനോടും ഓർമ്മപ്പെടുത്തുന്നു. ദിവസങ്ങൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ശ്യാമ ഒരു ദിവസം സ്റ്റെയർ ഇറങ്ങി വരുന്ന സമയത്ത് പെട്ടെന്ന് ശ്യാമയുടെ കാൽ വഴുതി പോവുകയും ശ്യാമ വേഗം തന്നെ ആ സ്റ്റെയറിൽ നിന്ന് പതുക്കെ താഴേക്ക് ഊർന്ന് വീഴുകയും ചെയ്യുന്നു. അതോടെ തന്നെ ശ്യാമയെ വേഗം വസന്തരാമയും അഖിലും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. അതേസമയത്ത് അരുണും അശ്വതിയുമായിട്ടുള്ള വിവാഹത്തിന് വേണ്ടിയുള്ള നല്ലൊരു മുഹൂർത്തം കുറിക്കാനായി വസന്തരാമ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. ശ്യാമയുടെ കുഞ്ഞിനെ കയ്യിലെടുത്ത് താലോലിക്കുവാനായി കാത്തു നിൽക്കുകയാണ് വസന്തരാമ. അങ്ങനെ വസന്തരാമയും അഖിലും ലേബർ റൂമിന് മുന്നിലായി അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ശ്യാമയ്ക്ക് പ്രസവവേദന അനുഭവപ്പെട്ടു. ഈ വിവരം ഡോക്ടർ അഖിലിനെയും വസന്തരാമയും അറിയിക്കുന്നു. ഇരുവരും പ്രാർത്ഥനയോടെ വാതിൽക്കൽ കാത്തു നിൽക്കുകയും അശ്വതിയെയും ഒപ്പം അമൃതയിടത്തെയും വസുന്ധര വിളിച്ച് വിവരം അറിയിക്കുന്നു. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ശ്യാമയുടെ കുഞ്ഞിനെ ഒന്ന് താലോലിക്കാനായി ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാനായി കൊതിയോടെ അങ്ങനെ കാത്തുനിന്നു. അവസാനം ശ്യാമ പ്രസവിച്ചു എന്നുള്ള വാർത്ത പുറത്തേക്ക് ഒരു നേഴ്സ് വന്നെത്തി അറിയിച്ചു. ശ്യാമയ്ക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്ന് അറിയിച്ചതോടെ അഖിൽ വളരെയേറെ സന്തോഷവാനായി. അങ്ങനെ ഭഗവാൻ ശ്യാമയ്ക്ക് സ്വപ്നദർശനം കാട്ടിയതുപോലെ തന്നെ ഒരു പെൺകുഞ്ഞിനെ ശ്യാമയ്ക്ക് സമ്മാനിച്ചു. അഖിൽ ഒരച്ഛനായി. ആ സന്തോഷം അഖിൽ തൻ്റെ അമ്മയുടെ അരികിലേക്ക് എത്തി ആ സന്തോഷം അറിയിക്കുകയും മോനൊരച്ഛനായതിൻ്റെ സന്തോഷം വസന്തരാമയും മോനോട് പങ്കുവച്ചു. അങ്ങനെ ഉടനെ തന്നെ അഖിൽ വിവരങ്ങൾ നേരെ ആനന്ദ നിലയത്തിലേക്ക് വിളിച്ച് എല്ലാവരെയും അറിയിച്ചു. ശ്യാമയ്ക്ക് പെൺകുഞ്ഞ് ജനിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞതോടെ എല്ലാവരും ശ്യാമയും കുഞ്ഞും വരുന്നതിനായി കാത്തുനിന്നു. ഈ സമയത്ത് ശ്രീകുട്ടി കുഞ്ഞാവിനെ കോരിയെടുക്കാനായി കയ്യിലെടുത്ത് താലോലിക്കുന്നതിന് വേണ്ടി ക്ഷമയോടെ കാത്തു നിൽക്കുമ്പോൾ അഖിലും ശ്യാമയും കുഞ്ഞുമായി ദിവസങ്ങൾക്ക് ശേഷം അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നെത്തി. കുഞ്ഞാവയെ കൊഞ്ചിച്ചുകൊണ്ട് ശ്രീകുട്ടി ഓരോ ദിവസവും തള്ളി നീക്കുന്നു. അതിനിടയ്ക്ക് ബിസിനസ് സംബന്ധമായ ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ശ്യാമയും അഖിലും കുഞ്ഞുമായി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ പോകുന്ന വഴിയിൽ ഐശ്വര്യ
ശ്യാമയെ അഖിലിനെ അപായപ്പെടുത്താനായി പതുങ്ങിയിരുന്ന് മനഃപൂർവ്വം ഒരു ആക്സിഡന്റ് അവിടെ സൃഷ്ടിക്കുന്നു. ആ സമയത്ത് അഖിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്താ സംഭവിച്ചത് എന്നറിയാനായി പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആ നിമിഷത്തിൽ പിന്നിൽ നിന്ന് അഖിലിനെ ഐശ്വര്യയുടെ ഗുണ്ടകൾ ആക്രമിക്കുന്നു. അഖിൽ തന്നാലാകും വിധം അവരെ തടഞ്ഞു നിർത്താനും എതിർത്തു നിൽക്കാനും ശ്രമിക്കുമ്പോൾ കുഞ്ഞുമായി കാറിലിരുന്ന ശ്യാമ അഖിലിനെ എല്ലാവരും ചേർന്ന് ആക്രമിക്കുന്നത് കണ്ട് പേടിയോടെ വേഗം കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അഖിൽ സാറിനെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ് ശ്യാമ പൊട്ടിക്കരയുന്നു. ആ നിമിഷത്തിൽ ശ്യാമയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ട ഐശ്വര്യ പകയോടെ ശ്യാമയുടെ അരികിലേക്ക് എത്തുകയും, നീ ഇത്രയും നാൾ എന്നെ നീ വഞ്ചിച്ചു, എന്നെ ചതിച്ചു, എന്നിട്ട് ആനന്ദ നിലയത്തിന്റെ സ്വത്ത് മുഴുവൻ നീ കൈക്കലാക്കി അല്ലേ? അതെല്ലാം നിനക്ക് ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞിന് വേണ്ടിയല്ലേ അവർ എഴുതിയത്? എന്നാൽ ഈ കുഞ്ഞിനെ നിനക്കിനി വേണ്ട എന്ന് പറഞ്ഞ് ശ്യാമയുടെ മുന്നിൽ വെച്ച് അഖിലിനെ വെട്ടി പരിക്കേൽപ്പിക്കുകയും അഖിലിനെ അപായപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനുശേഷം ശ്യാമയുടെ നേരെയും അവർ ആക്രമിക്കുന്നു. പിന്നീട് ബോധരഹിതയായി വീണ ശ്യാമയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഐശ്വര്യ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ അപ്രതീക്ഷിതമായി അതുവഴി ആരോ വരുന്നത് അവർ കണ്ടു. ഉടൻ തന്നെ കുറച്ചു ദൂരം പിന്നിട്ട ഐശ്വര്യയുടെ കയ്യിലിരുന്ന കുഞ്ഞ് കരയുന്നത് കണ്ട് അതുവഴി വരുന്ന തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണമാകട്ടെ കുഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ വഴിയോരത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ സമയത്ത് അതുവഴി അപ്രതീക്ഷിതമായി വന്ന ഒരു അമ്പലവാസിയായ ഒരു ഭട്ടതിരി ആ കുഞ്ഞിനെ കാണാനിടയായി. അങ്ങനെ അദ്ദേഹം ആ കുഞ്ഞിനെ ആ ചോരക്കുഞ്ഞിനെ തൻ്റെ കയ്യിലേക്ക് ഏറ്റെടുത്തു. ആ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഒരു കുഞ്ഞിനെ ഈ പെരുവഴിയിൽ ഉപേക്ഷിച്ചത് ആരാണെങ്കിലും ആ കുഞ്ഞിന് ജീവൻ ഉള്ളത് കൊണ്ട് തന്നെ ആ കുഞ്ഞിന് ആപത്തൊന്നും സംഭവിക്കാത്തത് ഇത് തന്നെ ഏൽപ്പിക്കാൻ ഭഗവാൻ തനിക്ക് ഈ കുഞ്ഞിനെ രക്ഷിക്കണമെന്നും താൻ ഈ കുഞ്ഞിൻ്റെ രക്ഷകനാകണമെന്നും ഭഗവാൻ തൻ്റെ മേൽ വരുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ തനിക്കായി മാറ്റിവെച്ചൊരു നിയോഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കുഞ്ഞുമായി അവിടെ നിന്ന് തൻ്റെ വീട്ടിലേക്ക് നടന്നു നീങ്ങുന്നു.